ശേഷം GCDA സംബന്ധിച്ച് ഒരു പത്രക്കുറിപ്പ് ഇറക്കുന്നുണ്ട്. അതിൽ ഈ കരാറിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ കോട്ട് ചെയ്യും. അതാണ് അത് സംബന്ധിച്ച് പറയാം. ഒന്ന്, ഈ അനുഭവം, ഈ പാഠം ഭാവിയിലേക്ക് നമുക്ക് പ്രയോജനപ്പെടുത്തത്തക്ക വിധത്തിൽ ആര് പരിപാടിക്ക് വരുമ്പോഴുള്ള സേഫ്റ്റി പ്രോട്ടോക്കോൾ ഒരിക്കൽ കൂടി നമുക്ക് പുതുക്കി കാലോചിതമാക്കി കർശനമാക്കി തീരുമാനിക്കേണ്ടതുണ്ട്. അത് ചെയ്യും ഞങ്ങൾ. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ സ്റ്റേഡിയം നമ്മുടെ അഭിമാനകരമായ ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു സംവിധാനം. അതിന് സുരക്ഷാ പിഴവുകളുണ്ട് എന്നുള്ളൊരു ചിന്ത നാട്ടിൽ പോകാൻ പാടില്ല. അത് ഇല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഇതൊരു ഫുട്ബോളിന് മാത്രം ഉപയോഗിക്കുന്ന സ്റ്റേഡിയമാണ് ഇപ്പോൾ. അതല്ലാത്ത കാര്യങ്ങൾക്ക് ഈ സംവിധാനം ഉപയോഗപ്പെടുത്തണമോ വേണ്ടയോ എന്നുള്ള ആലോചിച്ചപ്പോൾ ഞങ്ങളത് ആകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫുട്ബോൾ ടർഫിന് പരിക്ക് വരാതിരിക്കുക എന്നുള്ളതാണ്. ഫുട്ബോൾ ടർഫിന് ദോഷം വന്നാൽ ISLൻ്റെ എല്ലാം പ്രോട്ടോക്കോൾ പ്രകാരം അവർ അതിനകത്ത് തെറ്റായ ഒരു രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് വന്നാൽ പിന്നെ നമുക്ക് കളികൾ കിട്ടില്ല. ആ കാര്യത്തിൽ ഏറ്റവും നല്ല ജഡ്ജ്മെൻറ്റ് നടത്തി സമയാസമയങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് നമ്മുടെ ബ്ലാസ്റ്റേഴ്സാണ്. ഇപ്പോൾ അവരുടെ ഹോം ഗ്രൗണ്ടാണ്. അവരത് ഫലപ്രദമായി ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം വരുന്നത്, ടർഫിലേക്ക് ഈ 10-12,000-ഓളം കുട്ടികൾ വന്ന് ഒരു നടന പരിപാടി നടത്തുമ്പോൾ ടർഫിനെല്ലാം സംഭവിക്കുമെന്നുള്ളൊരു പ്രശ്നം വന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത്, ടർഫിന് ദോഷം വരാത്ത ഒരു ടൈല് ലേ ചെയ്യുന്ന സംവിധാനമുണ്ട്. ട്രാൻസ്പെറൻറ്റ് ടൈല്, സൂര്യപ്രകാശം കടന്നു പോകുന്ന, ടർഫിന് ദോഷം വരാത്ത ആ ടൈലിടണമെങ്കിൽ ഇന്നത്തെ ചുറ്റുപാടിൽ 10-21 ലക്ഷം രൂപ വരും. അഹമ്മദാബാദിലെല്ലാം മൾട്ടി പർപ്പസിന് ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. അവരാദ്യം അത് സമ്മതിച്ചെങ്കിലും പിന്നീട് അവരൊന്ന് പറഞ്ഞു, അത്രയും ചിലവ് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ഞങ്ങൾ ടർഫിലേക്ക് കയറില്ല എന്ന്. നിങ്ങളിന്നലെ കണ്ടു കാണും, ടർഫിലേക്ക് ആരും കയറിയിട്ടില്ല. ആ ടർഫ് എന്നുവെച്ചാൽ കളി നടക്കുന്ന പ്രധാന ഗ്രൗണ്ടിൻ്റെ അതിർത്തി കഴിഞ്ഞുള്ള പെറിഫറിയിലാണ് ഈ കുട്ടികൾ നിന്നിരുന്നത്. അത് എല്ലാ പടങ്ങളിലും ഉണ്ടത്. അപ്പോൾ അങ്ങനെയാണ് അനുവാദം കൊടുത്തത്. ആ അനുവാദം കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ VIP പവിലിയൻ്റെ ഭാഗത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. അവിടെ അഡീഷണലായിട്ടൊരു ഔട്ട്ഫിറ്റ് കൊണ്ടുവരുമ്പോൾ അത് വേണ്ടത്ര കരുതില്ലാതെ ചെയ്തെന്ന് വേണം കണക്കാക്കാം. പക്ഷേ അതിൻ്റെ അഭിപ്രായം പറയേണ്ടത് ഞങ്ങളെക്കാൾ സേഫ്റ്റി സെക്യൂരിറ്റി അതോറിറ്റീസാണ്. അവർ വരട്ടെ. ഞാൻ പറയുന്നത്, ഭാവിയിലും ഇത്തരം പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കേണ്ടതായിട്ട് വരുമ്പോൾ ഈ അനുഭവം കൂടി വെച്ചുകൊണ്ട് സേഫ്റ്റി പ്രോട്ടോക്കോള് വളരെ പ്രധാനമായിട്ട് എടുക്കും. അതോറിറ്റി ഇതിൽ നിന്ന് മതിയായ ഒരു നിഗമനത്തിലെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. അത് ഞാൻ പോലീസിൻ്റെയും കൂടി റിപ്പോർട്ട് വരണം. കാരണം നമ്മൾ സേഫ്റ്റിയും സെക്യൂരിറ്റിയും അവരുടെ പൂർണ്ണ ഉത്തരവാദിത്തമാണെന്ന് കരാറിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുവേണ്ടി ചെയ്യേണ്ട വിവിധ ഏജൻസികളെ കോർഡിനേറ്റ് ചെയ്യേണ്ട അവർ, കോർപ്പറേഷൻ, ഫയർ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അതവർ വേണ്ടത്ര ചെയ്തോ ഇല്ല എന്നുള്ളത് ഇല്ല ഞാൻ തീർത്തിപ്പോൾ പറയുന്നില്ല. പക്ഷേ പരിശോധിച്ചിട്ട് വേണം. അത് പരിശോധിക്കേണ്ട ഏജൻസി പോലീസ് തന്നെയാണ് പറയേണ്ടത്. ഞങ്ങൾ അവരോട് കോർഡിനേറ്റ് ചെയ്യും. ഇപ്പോൾ ഇത്ര പറയാം. ഇല്ല, ഞാനിപ്പോൾ പറയട്ടെ. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് പത്രക്കുറിപ്പിൽ അതെല്ലാം ഉണ്ടാകും. ഇപ്പോൾ ഒരു ഡിബേറ്റിന് നമുക്ക് നിൽക്കേണ്ട കാര്യം അങ്ങനത്തെ അല്ല ഇഷ്യൂ. ഞാൻ പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട്. അത് എന്തായാലും സഹകരിക്കണം. ഓക്കെ, പരാതിയെല്ലാം നടപടിയെടുക്കുമല്ലോ. പിന്നെ ഞങ്ങൾ അവരെ നോട്ടീസ് കൊടുത്ത് വിളിക്കും. ഇതിനകത്ത് ഉത്തരം പറയേണ്ട ഭാഗത്തിൽ അവരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഒരു രീതി അതോറിറ്റി എടുക്കും. കാരണം ഇത് ഒരുപാട് കാലം നിൽക്കേണ്ട ഒരു സംവിധാനമാണ്. അത് ചെയ്യും. അതടക്കം ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതെ, അങ്ങനെ വശമുണ്ട്. വേറെ ഒരു പർപ്പസും ഇല്ല. ഒരാളുടെ പ്രസംഗം ഉണ്ടായിരുന്നില്ല, ആരും അതിനൊന്നും നിന്നിട്ടില്ല. അത് മാത്രമേ ചെയ്തുള്ളൂ. അത് കുറേ കൂടി സേഫായിട്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്തേണ്ടത് നടന്നിട്ടില്ല എന്നുള്ള സംഭവം. നമുക്ക് ഇതിൽ കൂടുതൽ ഇതിനകത്തൊരു ഡിബേറ്റിന് സ്കോപ്പില്ല. നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ. കളി വരുമ്പോൾ വയ്ക്കും. പിന്നെ റെഗുലറായിട്ട് അങ്ങനെ വെക്കാൻ അവിടെ ആരും പോകില്ല. റെഗുലറായിട്ട് ആരും അങ്ങോട്ട് പോകില്ല. ഞാൻ ആ ഉച്ചയ്ക്ക് ശേഷമുള്ള പത്രക്കുറിപ്പിൽ പരിശോധിച്ചതിന് ശേഷം കൂടി ചേർക്കാം. ഓക്കെ. അതിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ടെന്ന് കരാറിലുണ്ട്. അത് ബ്ലാസ്റ്റേഴ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഡാമേജ്. നമുക്ക് പിന്നെ കൊച്ചു കുട്ടികൾ 10-12,000 പേര് വന്നത്
ടർഫിലേക്ക് കയറിയില്ലെങ്കിൽ അങ്ങോട്ട് ഇവിടെയൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ, പക്ഷേ കുറച്ചേ പോയിട്ടുണ്ടാവുള്ളൂ. മേജറായിട്ടുള്ള ലാപ്സസ് ഒന്നും കാണുന്നില്ല. ഉണ്ടെങ്കിൽ അതിന് ഇവരെ കൊണ്ട് തന്നെ നമ്മൾ പണി ടർഫ് എന്ന് പറയുമ്പോൾ പുൽത്തകടി ആകെയല്ല കയറാൻ പാടില്ല എന്ന് പറഞ്ഞത്. അകത്ത് കയറാൻ അത് കൊടുത്തത് ദിവ്യ ഉണ്ണിക്ക് മാത്രമാണ് കൊടുത്തത്. ഒരു സിംഗിൾ അത് കരാറിൽ കൃത്യമായിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പുൽത്തകയുടെ മെയിൻ പാർട്ട് കോർട്ട് കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് പിള്ളേരുടെ കുട്ടികൾ നിന്നത്. അവിടെ അവർക്ക് നിൽക്കാൻ പറ്റും, വേറെ സ്ഥലമില്ല. പിന്നെ ഗ്യാലറിയിലേക്ക് കയറി നിൽക്കണം, അപ്പോൾ കളിക്കാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് ചെയ്തത്. ഈ ഒരു സംഭവം ഒഴിച്ചാൽ ഒരു തർക്കവും വരില്ലായിരുന്നു. ഈ ഒരു ഇഷ്യൂ ഇല്ലെങ്കിൽ ഇങ്ങനെ ഡിബേറ്റ് ഒന്നും നടക്കില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യമായ തിരുത്തലുകൾ ഫ്യൂച്ചറിൽ ചെയ്യും. അതെ അതെ അതെ, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ വിശദീകരിച്ചത് അത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം മുഴുവൻ പരിശോധിച്ചിട്ട് ഞങ്ങൾ റിപ്പോർട്ട് ഉണ്ടാക്കുന്നുണ്ട്. ദീർഘകാലത്തേക്ക് ഒരുപാട് റെക്ടിഫിക്കേഷൻ മെഷേഴ്സ് എടുക്കേണ്ടി വരും. ഇന്നത്തെ പത്രക്കുറിപ്പിൽ ഞങ്ങൾ പറയേണ്ട 3-4 പോയിന്റ് പറയും. പിന്നെ ശരി. GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ള മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇന്നലത്തെ സംഭവം അത് ദൗർഭാഗ്യകരമായി കുറഞ്ഞ സമയം മാത്രം നീണ്ടുനിന്ന പരിപാടിയാണ്. ഈ അഡീഷണൽ സ്റ്റേജിന് ബാരിക്കേഡ് ഉണ്ടായിരുന്നില്ല, അവിടെ സ്ഥലപരിമിതി ഉണ്ടായിരുന്നു. സ്റ്റേഡിയത്തിന്റെ പ്രശ്നമല്ലത്. കരാർ പ്രകാരം സുരക്ഷ ഉറപ്പാക്കേണ്ടത് സംഘാടകരാണ്, അതവർ പാലിച്ചില്ല തുടങ്ങി കണ്ടെത്തലുകൾ ഇന്നലെ നടന്ന സംഭവത്തെക്കുറിച്ചുള്ള വിശദീകരണം നൽകുകയായിരുന്നു GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ള. GCDAയുടെ അണ്ടറിലാണ് കലൂർ സ്റ്റേഡിയം.